ജീവിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ടും കഴിവുണ്ടായിട്ടും മരിക്കേണ്ടി വന്ന ഒരമ്മയും രണ്ട് മക്കളും, രണ്ട് പെൺകുട്ടികളും, ഷൈനിയും മക്കളും. ഇന്ന് കേരളക്കരയെ ആകെ മൊത്തം കണ്ണീരാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു അത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ആ വാർത്തകൾ സ്വാഭാവികമായിട്ട് ഒരു മരണമെന്ന് അല്ലെങ്കിൽ ഒരു ആത്മഹത്യയെന്ന് കരുതിയതിൻ്റെ ചുരുളഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ പിന്നിൽ നടന്ന വലിയ വലിയ പീഡനങ്ങളെക്കുറിച്ച് ജനങ്ങൾ അറിയുന്നത്, നിയമങ്ങൾ അറിയുന്നത്. ശരിക്കും ഓൺലൈൻ മീഡിയയാണ് അത് പുറത്തു കൊണ്ടുവരുന്നത്, ഒരുപാട് മീഡിയകൾ പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷമാണ് സാറ്റലൈറ്റ് ചാനൽ പോലും അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയെന്നുള്ളത് നമുക്കൊരു ഇത് നൽകുന്നുണ്ട്. എന്ത് തോന്നുന്നു പൗർണമി? അത് എന്താണ് പൗർണമിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് ശരിക്കും ഭയങ്കര വിഷമം തോന്നി ഈ ഒരു വാർത്ത കണ്ടിട്ട്. കാരണം ഒരു ചെറിയ പെൺകുട്ടിയോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളുകളാകാത്തൊരു ആളോ ഒന്നുമല്ല. വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുടെ അമ്മയാണ്. നല്ല സുന്ദരികളായ 2 പെൺകുഞ്ഞുങ്ങൾ. ആ അമ്മ മരിക്കുന്നതിന് മുൻപ്, തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ജീവിക്കാൻ പറ്റുന്ന എല്ലാ വിധവും അല്ലെങ്കിൽ അവരെ കൊണ്ട് സാധിക്കാൻ പറ്റുന്ന എല്ലാ വഴികളും അവർ മുട്ടിനോക്കി. പക്ഷേ അവരുടെ മുന്നിൽ എല്ലാം അടയ്ക്കപ്പെട്ടു. അല്ലെങ്കിൽ തുറന്നു കൊടുത്തതുപോലും അടയ്ക്കാൻ അല്ലെങ്കിൽ അടപ്പിക്കാൻ ആളുകൾ, സ്വന്തം വീട്ടുകാരടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിച്ചൊരു കാര്യം. അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ സ്വാഭാവികമായിട്ടും ഇന്ന് കണ്ടുവരുന്നത് തന്നെയാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. പക്ഷെ 2 കുട്ടികളായ ആ കുട്ടികൾക്ക് ഇത്രയും മുതിർന്നു, 10ഉം 12ഉം വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും 2 പെൺകുട്ടികളെ ഓർത്ത് അമ്മ അനുഭവിക്കുന്ന ടെൻഷനും അമ്മയുടെ ചിന്തകളുടെ അത്രയും മറ്റാരുടെയും ചിന്ത വരില്ല. അങ്ങനെ ഇരിക്കെ ഈ ഷൈനി എന്ന് പറയുന്ന ആ സ്ത്രീക്കും ഒരു അമ്മയുണ്ടാവും. അപ്പോൾ സ്വന്തം വീട്ടിൽ പോലും ഒരു സുരക്ഷിതത്വം തോന്നാതെ അവർ മരണം തിരഞ്ഞെടുക്കണമെങ്കിൽ അവർ എത്രത്തോളം മാനസികമായി ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അളവാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് തന്നെയാണ് പറയുന്നതും. കാരണം അവർ എല്ലാ രീതിയിലും സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ അവർ ശ്രമിച്ചു, ഒരു ജോലി നേടാൻ ശ്രമിച്ചു, 2 കുഞ്ഞുങ്ങളെയും സുരക്ഷിതമായി വളർത്താൻ അവർ ശ്രമിച്ചു. പക്ഷേ ഒരു അമ്മയുടെ നിസ്സഹായ അവസ്ഥ, ഒന്നും ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തന്നെ എല്ലാ രീതിയും പുറകെ നടന്ന് ഉപദ്രവിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കുള്ളൊരു മറുപടിയായിരുന്നു അവരുടെ മരണം. പക്ഷേ ഒരിക്കലും ഇത് ഇങ്ങനെ ആയിരുന്നില്ല പുറത്തു വരേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും അവർ മരിക്കേണ്ട വ്യക്തികളും ആയിരുന്നില്ല. പക്ഷെ അവരെ ഉപദ്രവിച്ചവരെ തീർച്ചയായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അവർക്ക് വേണ്ട ശിക്ഷ നേടിക്കൊടുക്കണം. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഇനിയും ഇത്തരത്തിലുള്ള ഷൈനിമാരും മക്കളും ഒരുപാട് ഉണ്ടാവാനുള്ള സാധ്യതയുള്ള നാടായി മാറിയിട്ടുണ്ട് കേരളം. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ടതായ ശിക്ഷ ലഭിച്ചാൽ മാത്രമേ അതിനൊരു തടയിടാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇപ്പോൾ ഈ ഷൈനിയുടെ ഭർത്താവ്, ഷൈനി എന്ന് പറയുന്ന സ്ത്രീയെ ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്താണ് കല്യാണം കഴിച്ചു വിട്ടിരുന്നത്. ഭർത്താവുമായിട്ടും ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ടും നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. കഴിഞ്ഞ 9 മാസക്കാലമായിട്ടാണ് സ്വന്തം വീട്ടിലേക്ക്, ഇതൊന്നും സഹിക്കാൻ വയ്യാതെ അവർ ഇത്രയൊക്കെ സ്വന്തം വീട്ടിൽ അനുഭവിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ആദ്യമേ പോയി ഈ 9 മാസത്തിന് മുൻപേ അവർക്ക് ആത്മഹത്യ ചെയ്യാമായിരുന്നു. പക്ഷേ അവർക്കൊരു അഭയം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് അവർ സ്വന്തം വീട്ടിലേക്കും കുഞ്ഞുമക്കളുമായിട്ട് ചെന്നത്. അവിടെ നിന്നും അവർക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഇടപെടലുകളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായതുകൊണ്ടും അവർ പിന്മാറാൻ തയ്യാറായില്ല. അവർ അല്ലെങ്കിൽ മാറി താമസിക്കാൻ ശ്രമിച്ചു, ജോലി ആഗ്രഹിച്ച് നേടാൻ ശ്രമിച്ചു. പക്ഷെ ഇതൊന്നും ഈ പറയുന്ന കാരിത്താസ് ആശുപത്രിയുടെ കാര്യമൊക്കെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. എന്നിരുന്നാലും ഒരു അച്ഛൻ പറയുന്ന ഓഡിയോ സന്ദേശമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് കുടുംബ പ്രശ്നമുണ്ടെങ്കിൽ എന്തിനാണ് അച്ഛന്മാർ ഇടപെടുന്നത്? സ്വാഭാവികമായിട്ടും അതിനകത്ത് വരേണ്ടത് പോലീസുകാരല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടല്ലോ, അത് നമ്മുടെ ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രവണതയാണ്. ഒരു പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ ഭാര്യയെ ഭർത്താവ് തല്ലിയാലൊക്കെ നമ്മൾ ആദ്യം ഒന്നുകിൽ കുടുംബത്തിലെ മുതിർന്നവരുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ നമ്മളെല്ലാം ബിലോങ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് കാണുമല്ലോ, ആ ഗ്രൂപ്പിൻ്റെ ഹെഡിലേക്ക് നമ്മൾ ചെല്ലും, അവർ പ്രശ്നം പരിഹരിക്കും എന്നുള്ള വിശ്വാസത്തോടെ. പക്ഷേ എന്ത് തന്നെയായാലും ഇങ്ങനെ കയ്യാങ്കളിയിലേക്ക് കടന്നു പോകുന്ന ഒരു റിലേഷൻഷിപ്പിനെ പിടിച്ചു നിർത്താനും തിരുത്താനും ആരെത്ര വിചാരിച്ചാലും 1-2 ദിവസത്തിനപ്പുറത്തേക്ക് പോയില്ല. അതിന് നിയമ സംവിധാനങ്ങളുണ്ട്, ആ വഴി തന്നെ നീങ്ങണമെന്ന് ആ അച്ഛൻ തന്നെ തുറന്നു പറയുകയാണ്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം കേട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ, അതായത് നമ്മൾ ഒരു പ്രശ്നങ്ങൾ അറിയുമ്പോൾ നമ്മുടെ വിശ്വാസം അതിനെ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ നിയമം അതിനെ അനുവദിക്കുന്നില്ല എല്ലാവരോടും പറഞ്ഞു നടക്കുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ പറഞ്ഞൊരു പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചത് ശരിയല്ലേ, നാളെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടും അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടു നീ അച്ഛന് പഴി കേൾക്കേണ്ടി വരും. പക്ഷേ അച്ഛൻ അവിടെ അച്ഛൻ്റെ ഡ്യൂട്ടി മാത്രമായിരിക്കും ചെയ്യുന്നത്. ശരിക്കും എന്തിനാണ് അങ്ങനെ അച്ഛന്മാരുടെ അരികിലേക്ക് കുടുംബ പ്രശ്നങ്ങളുമായിട്ട് എത്തുന്നത്? ഇതിപ്പം ഏത് സഭയും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ആയിക്കോട്ടെ, ചെല്ലേണ്ട ഇടം പോലീസ് സ്റ്റേഷനിലെ. തീർച്ചയായും സ്വന്തം അമ്മയ്ക്കും അച്ഛനും, അമ്മായിയച്ഛനും അമ്മായിയമ്മയ്ക്കും ഭർത്താവിനും ഒക്കെ ഇതിൽ പങ്കുണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടട്ടെ, അവർ ജയിലിൽ പോവട്ടെ എന്ന് ആ അച്ഛൻ തുറന്നു പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു
വാർത്ത അല്ലെങ്കിൽ ഈ ഒരു സംഭവം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു സ്ത്രീയെ യാതൊരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കാതിരിക്കാൻ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഈ പറയുന്ന ഷൈനിയുടെ ഭർത്താവിൻ്റെ അനിയൻ, അദ്ദേഹം ഒരു അച്ഛനാണ്. ആ അച്ഛനാണ് നിരന്തരമായിട്ട് ഇവരെ ഒരു രീതിയിലും ജോലി ചെയ്യാൻ അനുവദിക്കാതെ, ഇവർ ചെല്ലുന്ന മുട്ടുന്ന വാതിലുകളെല്ലാം അടയ്ക്കാൻ കാരണമായത് ആ ഒരു വ്യക്തി കൂടിയാണ്, അല്ലെങ്കിൽ സ്വന്തം പിതാവ് കൂടിയാണ്. ഈ രണ്ടുപേര്, അതായത് സ്വന്തം പിതാവും ഈ പറയുന്ന ഭർത്താവിൻ്റെ അനിയനും എന്ത് നേടി നിങ്ങൾ, അല്ലേ? അതെ അതെ അതെ. ഇപ്പോൾ ഈ വിഷയം എന്ന് പറയുന്ന പൗർണമി നമുക്ക് അറിയാൻ സാധിച്ചത് ഇന്നും ഇന്നലെയല്ല, കാലങ്ങളായിട്ട് ഈ സ്ത്രീ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു. ഭർത്താവിൽ നിന്നുകൊണ്ട് അതിക്രൂരമായ മർദ്ദനമാണ് ഷൈനിക്ക് അനുഭവിച്ചുകൊണ്ടിരുന്നത്. കുട്ടികളുടെ മുമ്പിൽ വെച്ച് മുടി കുത്തിന് പിടിച്ച് തലക്കടിക്കുക, ഈ പറയുന്ന മരിക്കുന്നതിന് ഇറങ്ങിപ്പോകുന്നതിന് കുറച്ച് നാൾ മുമ്പ് വരെയും ഈ ഷൈനിയുടെ പിതാവ് പറഞ്ഞത് ഞങ്ങൾ വിളിച്ചുകൊണ്ട് വരികയായിരുന്നാണ് പറഞ്ഞത്. കാരണം രാവിലെ തൊട്ട് മർദ്ദനമാണ്. ഈ നമ്മൾ വീഡിയോസിന് കാണാം, ഷൈനിയുടെ ഈ മരിച്ച 3 പേരുടെ മൃതദേഹത്തിനരികിൽ ഇങ്ങനെ വളരെ നിസ്സഹായതയോടെ ഇരിക്കുന്ന ഈ ഹസ്ബൻഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇത്ര ക്രൂരനായ ഒരുത്തനാണെന്ന് അയാളെ കണ്ടാൽ പറയില്ല. പക്ഷേ ആദ്യം ഒരു നിസ്സാരമായി കരുതിയിരുന്ന, അതായത് ഒരു സാധാരണ ആത്മഹത്യ, സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ആത്മഹത്യ എന്നാണ് ആദ്യമൊക്കെ റിപ്പോർട്ട് വന്നിരുന്നത്. പക്ഷേ പിന്നീട് ഓൺലൈൻ മാധ്യമങ്ങൾ കുത്തിപ്പൊക്കിയപ്പോൾ മാത്രമാണ് അതികൊടൂരമായ പീഡനങ്ങളാണ് ഷൈനി എന്ന് പറഞ്ഞ വ്യക്തി, അത് ഒരുമിച്ച് ഭർത്താവിൻ്റെ അനിയൻ എന്ന് പറയപ്പെടുന്ന പാതിരി, ആ പള്ളിയിൽ അച്ഛനും കൂടെ ചേർന്നുകൊണ്ട് ഇവരെ വല്ലാതെ ആക്രമിക്കുകയും മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ടെന്നാണ്. പക്ഷേ ഈ ഷൈനിയുടെ മൊബൈൽ ഫോൺ, ഈ പറയപ്പെടുന്ന ഷൈനിയുടെ അനിയത്തിയുടെ ഭർത്താവ് മറച്ചു വെച്ചു. ഇതുവരെ അവരുടെ ആത്മഹത്യാക്കുറിപ്പൊന്നും കണ്ടെടുത്തിട്ടില്ല, അതുപോലെ മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടില്ല. മൊബൈൽ ഫോണിനെ കുറിച്ച് അതിൻ്റെ ഈ ഹസ്ബൻഡിൻ്റെ ചാറ്റ് എല്ലാം ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അയാളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അയാളിപ്പോൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അയാൾ കുറ്റസമ്മതം നടത്തി, ഞാൻ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു ഒക്കെ നടത്തി. പക്ഷേ എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം? അയാൾക്ക് ഭാര്യയെ സംശയമായിരുന്നു, അതോ അവർ BS നഴ്സിംഗ് കഴിഞ്ഞൊരു വ്യക്തിയാണ്, അവരുടെ കരിയർ ബ്രേക്ക് എന്ന് 10 വർഷത്തോളം കരിയർ ബ്രേക്ക് വന്നു. അത് സ്വാഭാവികമായിട്ടും വിവാഹം കഴിഞ്ഞു, കുട്ടികൾക്ക് അവർ പ്രയോറിറ്റി കൊടുത്തു, പ്രൊഫഷൻ മാറ്റി വെക്കപ്പെട്ടു, പിന്നീട് വീണ്ടും അവർ തിരിച്ചു പോകാൻ ആഗ്രഹിച്ചപ്പോൾ ഈ കാരിത്താസിന്റെ കേസിൽ അച്ഛൻ പറയുന്നുണ്ട്, കാരിത്താസ് ആണ് അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. ഒരുപാട് ഈ പറയുന്ന അച്ഛൻ ഇവരുടെ, അതുപോലെ ഈ പറയുന്ന ഒരു അടുത്തൊരു കെയർ ഹോമിന്റെ കാര്യം പറഞ്ഞില്ലേ, റോസ്, ആ കെയർ ഹോമും ഇവരുടെ അവസ്ഥ കണ്ടിട്ട് അവിടെ ജോലി കൊടുത്തതാണ്. ഈ ഭർത്താവിൻ്റെ ഭർത്താവ് നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു, ഭർത്താവിൻ്റെ അനിയനും കൂടെ ചേർന്ന് ഇവരെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അയാൾ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോയി അയാൾ അവിടുത്തെ പള്ളിയിലൊരു സേവനം അനുഷ്ഠിച്ച് വരികയാണ്. പക്ഷേ ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഓസ്ട്രേലിയയിൽ മലയാളികളും മലയാളി സമൂഹമൊക്കെ ചേർന്ന് അയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 10-50,000 പരാതികൾക്കെതിരെ ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സഭ അയാളെ ഓസ്ട്രേലിയയിൽ നാട് കടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നാട്ടിലെത്തിയാൽ അറസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ എന്തായാലും ഈ പറയുന്ന ഷൈനിയുടെ ഹസ്ബൻഡ് അറസ്റ്റിലായ റിമാൻഡിലാണ്. അദ്ദേഹം കുറ്റസമ്മതവും കൂടെ നടത്തിയിട്ടുണ്ട്. ഇത്രയും ഈ കുഞ്ഞു മക്കളെ കണ്ടാൽ നമ്മൾ ആരും ദൈവം ഇതുങ്ങളെയാണല്ലോ ആ ട്രെയിൻ മൂവി. ഈ 3 പേരും, അവർ 3 പേരും സ്മാർട്ടാണ്. അമ്മയ്ക്ക് 42 വയസ്സ്, മക്കൾക്ക് 12 10 വയസ്സുള്ള 2 മിടുക്കികളായിട്ടുള്ള പെൺകുട്ടികൾ. അവസാന നിമിഷം വരെ അവരുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി, സാമ്പത്തിക ഹസ്ബൻഡ് ഡിവോഴ്സിന് കൊടുക്കാൻ അയാൾ തയ്യാറായി. അവർ 9 മാസമായിട്ട് നിൽക്കുമായിരുന്നു. പലവട്ടം അവർക്ക് പുറത്തേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നു, അതിനുവേണ്ടി അവർ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇയാൾ ഒരു തരത്തിലും ഡിവോഴ്സ് പേപ്പർ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് സ്വീകരിക്കാനോ ഒന്നും ഇയാൾ തയ്യാറായിരുന്നില്ല. അവരെ സംരക്ഷിക്കത്തുമില്ല. എന്തുവാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതല്ലേ ഇതൊക്കെ? ഇവനെയൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുവാണോ? എന്തിനാണ് ഇങ്ങനെ വിവാഹം കഴിച്ച് 10 വർഷം? സത്യത്തിൽ ഈ 10 വർഷം അവർ സഹിക്കാൻ കാരണക്കാർ അവരുടെ വീട്ടുകാർ മാത്രം, ഷൈനിയുടെ വീട്ടുകാരും കൂടെ ഇനി ഉത്തരവാദികളാണ്. കാരണം കഴിഞ്ഞ ദിവസം വിട്ട ഒരു വീഡിയോ ക്ലിപ്പിൽ ഈ അച്ഛൻ ഷൈനിയുടെ പിതാവിനെ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. അതിനകത്ത് അയാൾ വളരെ കൂളായിട്ട് വളരെ ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കാണാം. അതിനകത്ത് മനസ്സിലാകുന്നുണ്ട് ഷൈനിയുടെ വീട്ടുകാരും ഷൈനിയെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് നിവർത്തികേടുകൊണ്ട് അടിയും തൊഴിയും സഹിച്ച് അവർ ആ 9 മാസം അവിടെ നിന്നിട്ട് പോകാനുള്ള മുംബൈയിൽ എന്തോ ജോലി അവർക്ക് ശരിയായിരുന്നു, ഏതോ ഹോസ്പിറ്റലിൽ. അതുകൊണ്ട് മക്കളെ എവിടെയെങ്കിലും സേഫായിട്ട് ചെയ്യും. കാരണം അവർ പെൺകുട്ടികളാണ് എന്നറിയാം നമുക്ക്, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും പിച്ചിക്കീറുന്ന കാലമാണ്. അപ്പോൾ ഒരു സേഫ്റ്റിയും ഇല്ലെന്ന് സ്വയം അറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ എങ്ങനെ നാട്ടിലാക്കിയിട്ട് പോകും? അങ്ങനെ പല ഹോസ്റ്റലിലും അവർ തിരക്കിയപ്പോൾ ആരും തന്നെ അവർക്ക് കൊടുത്തില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പ്രത്യേകിച്ചും ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയൊക്കെ സംബന്ധിച്ച്, നമ്മൾ ഹിന്ദുക്കളാണ് പൊതുവെ ആരും ഇല്ലാതെ കിടക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനും നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പള്ളിയിൽ പറഞ്ഞാൽ മതി എന്ന് പറയും. അത് സഭയെ അറിയിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിൽ അറിയിക്കുകയോ ചെയ്താൽ അവർ അതിനുള്ള റെമഡി കണ്ടെത്തും. അങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ സമൂഹവും അല്ലെങ്കിൽ മുസ്ലിം സമൂഹവും ഒക്കെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ മെയിൻ റീസൺ അവരുടെ മതം തന്നെയാണ്. കാരണം അവരുടെ ഈ പറയുന്ന പള്ളി വികാരികളായാലും ഈ പറയുന്ന മതത്തിൻ്റെ പേരിലായാലും അവർ സംരക്ഷിക്കും അവരെ. ഇപ്പോൾ പുറത്തേക്ക് പഠിപ്പിക്കാനും ഒരുപാട് മിഷണറീസിനെ നമുക്കറിയാം. കോൺവെൻറ്റിലൊക്കെ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ സഭ പഠിപ്പിക്കുന്ന കുട്ടികളെ നമുക്കറിയാം. അവരുടെ ആ ജാതിയിൽപ്പെട്ട ആൾക്കാരെ പഠിപ്പിക്കാൻ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഷൈനിയുടെയും ഈ പറയുന്ന കുട്ടികളുടെയും കാര്യത്തിൽ സഭ കണ്ണടച്ചതെന്നൊരു ചോദ്യം മറ്റ് ഓൺലൈൻ ചാനൽ
പ്രബുദ്ധ ഓൺലൈൻ ചാനലുകൾ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം സഭയും കൂടെ കാരണക്കാരല്ലേ അവരെ ഇങ്ങനെയൊരു ദാരുണമായ മരണത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ പിന്നിൽ സഭയും കൂടെ കാരണക്കാരല്ലേ എന്ന് ചോദിച്ചാൽ അത് തെറ്റായി പോകുമോ പൗർണമി? ഒരിക്കലും അതിനകത്ത് ഈ അച്ഛൻ തന്നെ വോയിസിൽ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ എല്ലാവരും ഈ ഷൈനിയുടെ വീടിൻ്റെ ഇടവക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സഭയെ മാത്രമാണ് കുറ്റം പറയുന്നത്. ഈ പറയുന്ന ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് അവിടെയുള്ള ജനങ്ങൾക്കറിയാം. തങ്ങൾക്ക് പരിചയമുള്ളവർ വഴി അറിഞ്ഞത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ സഭയും അവിടുത്തെ പള്ളി വികാരിയും ഒക്കെ എവിടെ പോയി? അവരുടെ അടുത്ത് അവർക്കും ഇതൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരാരും സംസാരിക്കാത്തത്? അല്ലെങ്കിൽ ഞാൻ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇടവക മാത്രം, അല്ലെങ്കിൽ ഇവിടുത്തെ അച്ഛൻ മാത്രം എങ്ങനെ തെറ്റുകാരനാകും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായിട്ടും മനുഷ്യരാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമുക്കത് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇതെല്ലാം ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ ആവണം ജീവിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് സംഭവിക്കുക. അല്ലെങ്കിൽ മുൻപ് നടന്നൊരു കാലഘട്ടമോ അല്ല. മാറ്റങ്ങൾ എല്ലാ രീതിയിലും നല്ലതും മോശവും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട്, അതിനെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട്, സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഒരുപാട് വിവാഹത്തിന് ശേഷം ജസ്റ്റ് 1-2 മാസമായവർ, 2-3 ആഴ്ചയായവർ വരെ ആത്മഹത്യ ചെയ്യുന്ന ഈ ലോകത്ത് 10-12 വർഷം വരെ പിടിച്ചു നിന്നൊരു മകളാണ് ഈ പറയുന്ന ഷൈനി. അപ്പോൾ സ്വാഭാവികമായിട്ടും പറ്റാത്തൊരു സാഹചര്യത്തിൽ 2 കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിൽ വരുമ്പോൾ, അല്ലെങ്കിൽ 9 മാസം നിന്നപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി തീർച്ചയായും അതൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. എവിടെയാണെങ്കിലും ഉണ്ട്. അത് ആരുടെ ആണെങ്കിലും, ഇനിയുള്ള പേരൻസ് ആണെങ്കിലും. നമ്മൾ ഒരുപാട് കൊലപാതകങ്ങൾ കണ്ടു. ഇപ്പം വിസ്മയുടെ കാര്യമാണെങ്കിലും ഉത്രയുടെ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ നമ്മുടെ മുന്നിൽ നിരത്തി വെക്കാൻ ഒരുപാട് ഇൻസിഡൻസ് ഓൾറെഡി സംഭവിച്ച സാഹചര്യത്തിൽ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഓരോ പേരൻസും മക്കളെ ഇതുപോലെയുള്ള ആത്മഹത്യകളിലേക്ക് തള്ളിവിടുന്നത്?